ഏവർക്കും കഥാലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. അച്ചമ്മയും കൊച്ചുമക്കളും കുഞ്ഞു കുഞ്ഞു കഥകളുമായി വീണ്ടും നിങ്ങളോടൊത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ഉണ്ണിമോന് ഭയങ്കര മടിയാണ് ചോറ് ഉണ്ണാൻ. അതുകൊണ്ട് തന്നെ കഥകൾ പറഞ്ഞു കൊടുത്തൊക്കെ അവനെ ചോറ് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടൊത്ത് കഥകളങ്ങ് പറയാം എന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്ന കഥ എന്ന് പറയുന്നത്, നമ്മൾ പഞ്ചതന്ത്ര കഥകളാണ് പറഞ്ഞു പോരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് 3 കൂട്ടുകാരുടെ കഥയാണ് കേട്ടോ. 3 കൂട്ടുകാർ, ഒരു പുലി, ഒരു സിംഹം, ഒരു കുറുക്കൻ. ഇവർ 3 പേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കുറുക്കൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ മറ്റു കുറുക്കന്മാരൊക്കെ കുറുക്കനോട് പറയും, തരത്തിനൊത്ത ആളുകളുമായിട്ട് വേണം നമ്മൾ കൂട്ടുകൂടാൻ. നീ ഒരിക്കലും നിൻ്റെ ഈ കൂട്ടുകെട്ട് നിനക്ക് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയും. പക്ഷേ കുറുക്കൻ അത് വകവയ്ക്കുകയല്ലെന്ന് മാത്രമല്ല, അവരിൽ നിന്നെല്ലാം ഒരകലം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുറുക്കൻ നല്ല കൊഴുത്തുരുണ്ട നല്ല മുടമുടാന്നിരിക്കുന്ന നല്ല മുട്ടനൊരു മുയലിനെ കണ്ടു. ഈ മുയലിനെ കണ്ടപ്പോൾ കുറുക്കൻ പെട്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞു, വലിയൊരു മുയലുണ്ട്, നമുക്ക് വേട്ടയാടി പിടിക്കാമെന്ന് പറഞ്ഞു. ഇവർ 3 പേരും കൂടി അതിനെ വേട്ടയാടി പിടിച്ചു. വലിയൊരു മുയലാണ്. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ സിംഹം ആണ് രാജാവല്ലേ. രാജാവ് ആണ് ഇത് ഭാഗം വെക്കുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത്. രാജാവ് ഈ മുയലിനെ പങ്കുവെച്ചപ്പോൾ എന്ത് ചെയ്തു, 4 ഭാഗമായിട്ട് 4 ഈ മുയലിനെ പങ്കുവെച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന ഉടനെ 3 പേരും വന്ന ഉടനെ രാജാവ് പറഞ്ഞു, ഞാനാണ് രാജാവ്, ഇതിൽ ഒരു പങ്ക് എനിക്കുള്ളതാണ്. അപ്പോൾ ഒരു പങ്ക് രാജാവിനുള്ളതായില്ലേ. അടുത്ത പങ്ക് എടുത്ത് വെച്ചിട്ട് രാജാവ് പറഞ്ഞു, അടുത്ത പങ്ക് ഞാനല്ലേ ഇത് ഭാഗം വെച്ചത്, അതുകൊണ്ട് അടുത്ത പങ്കും എനിക്കുള്ളതാണ്. 3-ാമത്തെ പങ്ക് എടുത്തിട്ട് രാജാവ് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണ്. അപ്പം 3 പങ്കും രാജാവ് എടുത്തു. 4-ാമത്തെ പങ്ക് നോക്കിയിട്ട് രാജാവ് പറഞ്ഞു, അപ്പം പുലിയും കുറുക്കനും ഓർത്തു 4-ാമത്തെ പങ്കിരിപ്പുണ്ടല്ലോ, അത് നമുക്ക് 2 കൂടെ കഴിക്കാമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴേ സിംഹം പറഞ്ഞു, നിങ്ങളിൽ ധൈര്യമുള്ളവർക്ക് ഈ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ചുണയുള്ളവൻ വന്ന് ഈ പങ്കെടുത്തോളാൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് കുറുക്കൻ നോക്കുമ്പോൾ പുലി കിടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ പുലി അവിടുന്ന് ഓടി. പൊന്തക്കാട്ടിൽ കൂടി ഓടി മറയുന്ന വാലും താത്തു വിട്ട് പൊന്തക്കാട്ടിൽ കൂടി ഓടി മറയുന്ന പുലിയെയാണ് കുറുക്കൻ കണ്ടത്. കുറുക്കൻ പെട്ടെന്ന് സിംഹത്തെ നോക്കി. ഗർജിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹത്തെ കണ്ടപ്പോഴേക്കും കുറുക്കന് പേടിയായി. കുറുക്കൻ അവിടുന്ന് ഒറ്റ ഓട്ടം ജീവനും കൊണ്ട് ഓടി മറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ തരത്തിനൊത്ത ആളുകളുമായി കൂട്ടുകൂടണം എന്ന് പറയുന്നത്. കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള വളരെയധികം ഗുണപാഠ കഥകൾ ഉൾക്കൊള്ളുന്ന കഥകളാണ് പഞ്ചതന്ത്രം കഥയിൽ ഉള്ളത്. നമ്മുടെ ഗുരുനാഥൻ ഈ 3 പേർക്കും 3 രാജകുമാരന്മാർക്കും വളരെ മനോഹരമായ രീതിയിൽ ഈ കഥകൾ, കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ ജീവിതത്തിലെ ഏറ്റവും മികവുറ്റ വ്യക്തികളാക്കി രാജാക്കന്മാരാക്കി മാറ്റി എന്ന് ആണ് പഞ്ചതന്ത്രം കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.